ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 സൈക്കോളജിയാണ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുവാണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് സൈക്കോളജി ഓഫ് ലേണിംഗ്. സൈക്കോളജി പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ആദ്യം പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. Introspection methods is the one of the oldest methods to collect data about the conscious experiences of the subject. It is a process of self-examination where one perceives, analyzes and reports on വൺസ് ഓൺ ഫീലിങ്സ്. അപ്പം ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുവൻ അവനവൻ്റെ തന്നെ ഫീലിങ്സിനെ നിരീക്ഷിച്ച് പഠിക്കുന്നതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സൈക്കോളജിയിലെ ആദ്യകാലം മുതൽക്ക് തന്നെ നിലനിന്നിരുന്ന മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നിരീക്ഷണം. Observation has been defined as measurements without instrument. ഒബ്സർവേഷനെ ഡിഫൈൻഡ് ചെയ്തിരിക്കുന്നത് മെഷർമെന്റ്സ് വിത്തൗട്ട് ഇൻസ്ട്രുമെന്റ്, ഇൻസ്ട്രുമെന്റ് ഇല്ലാത്ത മെഷർമെന്റ്സ് എന്നാണ് ഇതിനെ ഡിഫൈൻഡ് ചെയ്തിരിക്കുന്നത്, ഒബ്സർവേഷനെ ഡിഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് നാച്ചുറൽ ഒബ്സർവേഷൻ. നാച്ചുറൽ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇൻ നാച്ചുറൽ ഒബ്സർവേഷൻ വി ഒബ്സർവ് the specific behavioral characteristics of children in natural setting. Subjects do not become conscious of the fact that their behavior is being observed by someone. അതായത് ഈ ഒബ്സർവേഷനിൽ കുട്ടികളുടെ നാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യുകയാണ്. ഏത് കുട്ടീനെയാണോ നിരീക്ഷിക്കപ്പെടുന്നത് ആ കുട്ടി അറിയുന്നില്ല അവനെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒബ്സർവേഷനാണ് നാച്ചുറൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഹിയർ ദ ഒബ്സർവർ ബിക്കംസ് ദി പാർട്ട് ഓഫ് ദി ഗ്രൂപ്പ് വിച്ച് ഹി വാണ്ട്സ് ടു ഒബ്സർവ്. ഇറ്റ് ഡിസ്ക്ലോസസ് ദ മൈന്യൂട്ട് ആൻഡ് ഹിഡൻ ഫാക്ട്സ്. നമ്മൾ നാച്ചുറൽ ഒബ്സർവേഷനിൽ പറഞ്ഞു ഏത് കുട്ടീനെയാണോ നിരീക്ഷിക്കുന്നത് ആ കുട്ടി ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നില്ല. പക്ഷെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിൽ എന്താണ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളും അതിൽ പാർട്ടായിട്ടാണ്, ഒരു ഗ്രൂപ്പിൽ പാർട്ടായിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. Here the observer observes in such a position which is least disturbing to the subject under study. The specific behavior is observed in natural setting without subject getting conscious that they are observed by someone. Non-participant observation permits the use of recording instruments. അതായത് നമ്മൾ നാച്ചുറൽ ഒബ്സർവേഷൻ പറയുന്നത് പോലെ തന്നെ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിലും ഒബ്സർവ് ചെയ്യുന്ന വ്യക്തി അറിയുന്നില്ല അവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അതുപോലെ തന്നെ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ ഒരു പ്രത്യേകതയാണ് ദി യൂസ് ഓഫ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. Structured observation എന്ന് വെച്ചെങ്കിൽ ഹിയർ ദ ഒബ്സർവേഴ്സ് ഇൻ റിലവൻറ്റ് സെറ്റപ്സ് ഇൻ ദ ഫോം ആൻഡ് കാറ്റഗറീസ് ഇൻ ടേംസ് ഓഫ് വിച്ച് ഹി വിഷസ് ടു അനലൈസ് ദി പ്രോബ്ലം. അതായത് നമുക്കറിയാം ഒരു സ്ട്രക്ചർ, ഒരു ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ബേസ് ചെയ്ത് ഒബ്സർവ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചറൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തേതാണ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് അൺകൺട്രോൾഡ് ഓർ ഫ്രീ ഒബ്സർവേഷൻ. അപ്പം അൺകൺട്രോൾഡ് അല്ലെങ്കിൽ ഫ്രീ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒബ്സർവേഷൻ ഏത് തന്നെയാണ്, അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആണ്. ഇറ്റ് ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് ദ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഇൻ വിച്ച് ദ ഒബ്സർവേഴ്സ് അസ്യൂം ദി റോൾ ഓഫ് എ മെമ്പർ ഓഫ് ദി ഗ്രൂപ്പ് to be observed. Here the individual is observed when he is in his class, playground, or when he is moving about his friends and class follows without knowing that he is being observed.
അതായത് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് യാതൊരു എന്താ പറയുക മുൻവിധികളും ഇല്ലാതെ ഒബ്സർവ് ചെയ്യുന്നതാണ്, നേരത്തെ തീരുമാനിക്കാതെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നതാണ്. ഇതും എന്ത് തന്നെയാണ്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഏത് ഗ്രൂപ്പിലാണോ ഒബ്സർവ് ചെയ്യേണ്ടത്, ഒബ്സർവ് ചെയ്യുന്ന ആള് ആ ഗ്രൂപ്പിലെ അംഗമായിരിക്കും. അപ്പൊ നമ്മളൊരു കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ആ കുഞ്ഞ് അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പിൽ നമ്മൾ അംഗമായിരിക്കും. എന്നിട്ട് എന്താണ്, ആ കുട്ടി എവിടെ പോകുമ്പോഴും ക്ലാസ്സിലായിരിക്കുമ്പോഴും പുറത്ത് പ്ലേ ഗ്രൗണ്ടിലായിരിക്കുമ്പോഴും ഒക്കെ ഒബ്സർവ് ചെയ്യും. പക്ഷെ എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത്, പ്രോബ്ലം അല്ല, ആ കുട്ടി അറിയുന്നില്ല ഇങ്ങനെ എന്താണ് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഇങ്ങനെ ഗ്രൂപ്പിലാണെങ്കിൽ പോലും അറിയുന്നില്ല. ഇങ്ങനത്തെ ഒബ്സർവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. എക്സ്പെരിമെന്റ് മെത്തേഡ് അതിന് കീഴിൽ വരുന്നതാണ്. ഇൻ 1879 വില്യം വുഡ് എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് സൈക്കോളജിക്കൽ ലാബോറട്ടറി അറ്റ് ലെപ്സിംഗ് ഇൻ ജർമ്മനി. അപ്പം ആദ്യത്തെ സൈക്കോളജിക്കൽ ലാബോറട്ടറി സ്ഥാപിച്ചത് ആരാണ്? വില്യം വുഡാണ്. എന്നാണ്? 1879 എവിടെയാണ്? ജർമ്മനിയിലെ ലെപ്സിംഗിലാണ്. അപ്പം ഇതും പഠിച്ചു വെക്കുക. ഇനി അടുത്തതാണ് ബേസിക് കൺസെപ്റ്റ് ഓർ എസെൻഷ്യൽ ഓഫ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. അതിലെ ഫസ്റ്റ് വൺ ആണ് experiments are always conducted in laboratory, hence the laboratory is essential. അപ്പോൾ എന്താണ്, എക്സ്പെരിമെന്റൽ മെത്തേഡിന് ലാബോറട്ടറി അത്യാവശ്യമാണ്. രണ്ടാമത്തത് സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ്സ് പെർഫോംഡ് ഇൻ ദിസ് മെത്തേഡ് എസെൻഷ്യലി റിക്വയർ ടു പീപ്പിൾ, ദ എക്സ്പെരിമെന്റ് ഓർ ഗ്രൂപ്പ് ഓഫ് എക്സ്പെരിമെന്റേഴ്സ് who perform experiment and other is the subject or subjects one whom the experiment is performed. അതായത് അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഗ്രൂപ്പിൽ ഉണ്ടാവണം. ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളും വേണം, ആരെയാണോ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അങ്ങനെ 2 വ്യക്തികൾ വേണം എന്ത്, സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ്സിൽ. ഇനി മൂന്നാമത്തത് ദ കീ ഫാക്ടർ ഇൻ ദിസ് മെത്തേഡ് ഈസ് ദ കൺട്രോളിംഗ് ഓഫ് കണ്ടീഷൻ ഓർ വേരിയബിൾസ്. അപ്പം എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ കീ ഫാക്ടർ എന്ന് പറയുന്നതാണ് കൺട്രോളിംഗ് ഓഫ് കണ്ടീഷൻസ് അല്ലെങ്കിൽ കൺട്രോളിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ദ ടേം വേരിയബിൾ മീൻസ് ദാറ്റ് വിച്ച് ക്യാൻ ബി വേരിഡ് ഓർ ചേഞ്ച്ഡ്. വേരിയബിൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വേരിഡ് ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന കൺട്രോളിംഗ് കണ്ടീഷനെയാണ് എന്തെന്ന് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് അതിന്റെ കണ്ടീഷൻസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ അതാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത്. സ്റ്റെപ്സ് ഇൻ ദ എക്സ്പെരിമെന്റൽ മെത്തേഡ് അതിലെ ഫസ്റ്റ് വൺ ആണ് റേസിംഗ് എ പ്രോബ്ലം. എന്ന് വെച്ചാൽ എന്താണ്, ഏത് പ്രോബ്ലത്തിനാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ക്ലാസ് റൂമിലെ കുട്ടികൾ കോപ്പി അടിക്കുകയാണ്. കോപ്പി അടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, സ്ട്രിക്റ്റ് ആയിട്ട് സൂപ്പർവിഷൻ നടത്തണമെന്ന് ഉള്ളതാണ് പ്രശ്നം. അപ്പം സ്ട്രിക്റ്റ് ആയിട്ട് സൂപ്പർവിഷൻ നടത്തണമെന്നുള്ള നിഗമനത്തിൽ എത്തുകയാണ്. അപ്പോൾ ക്ലാസ് റൂമിലെ കുട്ടികൾ കോപ്പി അടിക്കുന്ന എക്സാമിന് കോപ്പി അടിക്കുന്നതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്, നമ്മളൊരു പ്രോബ്ലം കണ്ടു, ക്ലാസ് റൂമിൽ കുട്ടികൾ കോപ്പി അടിക്കുകയാണ്. കോപ്പി അടിക്കുമ്പോൾ എന്താണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ നടത്തുകയാണെങ്കിൽ കുട്ടികൾ കോപ്പി അടിക്കുന്നത് ഒരു പരിധി വരെ കുറയും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ എത്തുന്നത്. അപ്പം ഇതിൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് സൂപ്പർവിഷൻ നടത്തുകയാണെങ്കിൽ എന്താണ്, റിലാക്സ് ചെയ്ത് സൂപ്പർവിഷൻ നടത്തുന്നതിനേക്കാൾ എന്താണ്, കോപ്പി അടികൾ കുറവുണ്ടാകും എന്നുള്ളൊരു ഹൈപ്പോത്തസിസിൽ എന്താണ്, ഒരു അനുമാനത്തിൽ നമ്മൾ എത്തുകയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മേക്കിംഗ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. മേക്കിംഗ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പം നമ്മുടെ പ്രോബ്ലം എന്താണെന്നാണ് പറഞ്ഞത്, ക്ലാസ്സിലെ കുട്ടികൾ കോപ്പി അടിക്കുന്നതും പിന്നെ എന്താണ്, സൂപ്പർവിഷനുമാണ് പറഞ്ഞത്. ഇതിലെ
ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് കുട്ടികളുടെ കോപ്പിയടി, അതൊരു ചീറ്റിംഗ് ബിഹേവിയർ ആണ് അല്ലേ. അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർവിഷൻ ആണ്. അപ്പോൾ എന്താണ് ഈ സൂപ്പർവിഷൻ നെ മാറ്റുകയാണെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ്? സൂപ്പർവിഷൻ കൂടുതൽ റിലാക്സ് ആവുകയാണെങ്കിൽ കൂടുതൽ കുട്ടികളെ കോപ്പി അടിക്കും. സ്ട്രിക്റ്റ് ആക്കുകയാണെങ്കിൽ കോപ്പി അടിക്കുന്ന കുട്ടികൾ കുറയും. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ്? ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളെ വെച്ചിട്ട് ഡിപ്പെൻഡന്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യും. അതാണ് മേക്കിംഗ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൺട്രോളിംഗ് ദ സിറ്റുവേഷണൽ വേരിയബിൾ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ക്ലാസ് റൂമിലെ കുട്ടികളെ വെച്ച് മാത്രം നോക്കി നമുക്കൊരു റിസൾട്ട് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? പല ക്ലാസ്സിലെ പല സിറ്റുവേഷനിൽ ഇരിക്കുന്ന കുട്ടികളെ ഇതുപോലെ സൂപ്പർവിഷൻ ചെയ്യുക. റിലാക്സ് ചെയ്തും സൂപ്പർവിഷൻ ചെയ്യുക, സ്ട്രിക്റ്റ് ആയിട്ടും സൂപ്പർവിഷൻ ചെയ്യുക. അപ്പോൾ എപ്പോഴാണ് കോപ്പിയടി കുറയുന്നത് എന്ന് പല സിറ്റുവേഷനിൽ വെച്ചിട്ട് എന്താണ് നോക്കുക. അതാണ് കൺട്രോളിംഗ് ദ സിറ്റുവേഷണൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ദ റിസൾട്ട് ആണ്. എന്ന് വെച്ചെങ്കിൽ നമ്മൾ പല സിറ്റുവേഷനിൽ ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നോക്കിയിട്ട് നിഗമനത്തിൽ എത്തുക. ഇനി സിക്സ്ത് വൺ എന്ന് പറയുന്നത് വേരിഫിക്കേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. നമ്മൾ ആദ്യമേ തന്നെ ഒരു അനുമാനത്തിൽ എത്തിയിരുന്നു. സ്ട്രിക്റ്റ് ആയിട്ട് സൂപ്പർവിഷൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ ചീറ്റ് ചെയ്യുന്നത് കുറയും എന്നുള്ളൊരു അനുമാനത്തിലെത്തിയിരുന്നു. അപ്പം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത റിസൾട്ടും ഇതേ അനുമാനത്തിൽ തന്നെയാണോ എത്തുന്നത് എന്നാണ് വേരിഫിക്കേഷൻ ഓഫ് ഹൈപ്പോത്തസിസിലൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ റേസിംഗ് എ പ്രോബ്ലം, സെക്കൻഡ് വൺ ഫോർമുലേഷൻ ഓഫ് എ ഹൈപ്പോത്തസിസ്, തേർഡ് വൺ മേക്കിംഗ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഫോർത്ത് വൺ കൺട്രോളിംഗ് ദ സിറ്റുവേഷണൽ വേരിയബിൾസ്, ആൻഡ് ഫിഫ്ത്ത് വൺ അനാലിസിസ് ഓഫ് ദി റിസൾട്ട്, സിക്സ്ത് വൺ വേരിഫിക്കേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. ഇനി അടുത്തതാണ് എക്സ്പെരിമെന്റൽ ഡിസൈൻസ്. Students' experimental method is the most precise, planned, systematic and controlled method. It uses a systematic procedure called as experimental design. എക്സ്പെരിമെൻ്റൽ മെത്തേഡിന് യൂസ് ചെയ്യുന്നിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെ പ്രൊസീജിയറിനെയാണ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി അത് തന്നെ 1 ഗ്രൂപ്പ് ഡിസൈൻ ഉണ്ട്, 2 ഗ്രൂപ്പ് ഡിസൈൻ ഉണ്ട്, മൾട്ടി ഗ്രൂപ്പ് ഡിസൈൻ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിലെ ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് 1 ഗ്രൂപ്പ് ഡിസൈൻ ആണ്. അപ്പം ഇതാണ് ഇന്നത്തെ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓരോ മെത്തേഡ്സ്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്? ഇൻട്രോസ്പെക്ഷൻ പഠിച്ചു, ഒബ്സർവേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ പറഞ്ഞു, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടോ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.